Hi friends, welcome to my YouTube channel. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇമ്മ്യൂണിറ്റീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഗവൺമെൻറ് ഇൻ ലീഗൽ പ്രൊസീഡിങ്സ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഗിവിങ് എ സം ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജസ് ടു എ പേഴ്സൺ ബേസ്ഡ് ഓൺ ദർ പൊസിഷൻ. ഒരു പൊസിഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്, ഒരു അഡ്വാൻറ്റേജസ് ഒരു പേഴ്സണെ കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രിവിലേജ് എന്ന് പറയുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുമ്പോൾ നമുക്കറിയാം, അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ പഠിക്കുന്നതിന് എന്താ, ഗവൺമെൻറ്, സിറ്റിസൺസ് അല്ലെങ്കിൽ ജുഡീഷ്യറി ഇവരുടെ തമ്മിലുള്ള റിലേഷൻസ്, എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ, അവരുടെ പവേഴ്സും ഫങ്ഷൻസും ഒക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ ടോപ്പിക്ക് വരുമ്പോൾ മെയിൻ പാർട്ടി ആര് തന്നെയായിരിക്കും? ഗവൺമെൻറ് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഗവൺമെൻറ്റിലെ പ്രിവിലേജ് എന്ന് പറയുമ്പോൾ എന്താ? ഗവൺമെൻറ് എന്ത് പ്രിവിലേജ് ആയിരിക്കും? ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ നിന്നും ഒരു സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രിവിലേജസ് ഗവൺമെൻറ്റിന് കിട്ടുവാണ്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവില്ല, പോകെ പോകെ മനസ്സിലാകും. സോ ഞാൻ പറഞ്ഞു, 21st സെഞ്ച്വറിക്ക് ശേഷം സ്റ്റേറ്റിന് ഒരുപാട് പവേഴ്സും ഫങ്ഷൻസും വന്നു. അതിന് മുന്നേ വരെ ഒരു പോലീസ് സ്റ്റേറ്റ് ആയിരുന്നു എന്ന്. സോ ദ സ്റ്റേറ്റ് ഇസ് നോട്ട് ലൈബിൾ ഫോർ എനി ആക്ഷൻ. അപ്പം അന്ന് സ്റ്റേറ്റ് ഒരിക്കലും ഒരു ആക്ഷനും സ്റ്റേറ്റ് ലൈബിൾ ആയിരുന്നില്ല. 1947 ക്രൗൺസ് പ്രൊസീഡിങ്സ് ആക്ട് കൊണ്ടുവരികയും ഈ ഇമ്മ്യൂണിറ്റി കിങ് ക്യാൻ നോ റോങ് എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി അബോളിഷ് ചെയ്യുകയും സ്റ്റേറ്റും സിറ്റിസണെ പോലെ തന്നെ അല്ലെങ്കിൽ പ്രൈവറ്റ് പേഴ്സണെ പോലെ തന്നെ ലൈബിൾ ആണെന്ന് പറയുകയാണ് ചെയ്തത്. സോ നമുക്കിനി ഇമ്മ്യൂണിറ്റീസിലോട്ട് കിടക്കാം. ഫസ്റ്റ്, ഇമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്രിവിലേജ് ടു നോട്ടീസ് അണ്ടർ സെക്ഷൻ 80 ഓഫ് CPC. CPCയിൽ 18 Clause 1 നോട്ടീസിനെ കുറിച്ച് പറയുന്നു. ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരു നോട്ടീസ് അല്ലെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ 3 month നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ സ്യൂട്ട് കോടതിയിൽ ഫയൽ ചെയ്യാവൂ. അത് ഗവൺമെൻറ്റിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. അത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 80 Clause 1 CPCയിലാണ്. 80 Clause 2 പറയുന്നത്, ഇപ്പോൾ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കോടതിക്ക് തോന്നുകയാണ് ഒരു നോട്ടീസ് കൊടുത്ത് അല്ലെങ്കിൽ 2 മാസം വരെ വെയിറ്റ് ചെയ്ത് സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ളൊരു ഇത്രയും ടൈം ലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇതിലൊരു മാറ്റർ വെരി അർജന്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ 2 month നോട്ടീസ് കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിനെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാം എന്നുള്ളതാണ് സെക്ഷൻ 80 Clause 2 പറയുന്നത്. നെക്സ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നത് പ്രിവിലേജ് ടു വിത്ത് ഹോൾഡ് ഡോക്യുമെന്റ്സ് വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള പ്രിവിലേജ് ഗവൺമെന്റിനുണ്ട്. സെക്ഷൻ 123 ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇപ്പോൾ മാറി BSI ആയി. BSIയിൽ 123 ആക്ടിൽ ഒരു അൺപബ്ലിഷ്ഡ് ഒഫീഷ്യൽ റെക്കോർഡ് ആണെങ്കിൽ വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൺസെൻറ്റ് ഇല്ല അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് കൺസെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും അൺപബ്ലിഷ്ഡ് റെക്കോർഡ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ്റിന് അതിനെ വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് സെക്ഷൻ 123 ഓഫ് BSI ആക്ട്. ദെൻ അതിലൊരു കേസ് വരുന്നുണ്ട്, കോൺവേ വേഴ്സസ് റിമാർ. അതൊരു ഇംഗ്ലണ്ട് കേസാണ്. ആ കേസിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ സൂപ്രണ്ട് ഓഫ് പോലീസ് ഒരു മലീഷ്യൽ പ്രോസിക്യൂഷൻ ഈ കോൺസ്റ്റബിളിനെതിരെ എടുക്കുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു, എനിക്കെതിരെ എടുത്ത ആക്ഷൻസ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എനിക്ക് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതുകൊണ്ട് ആ ഡോക്യുമെൻറ്റ്സ് എനിക്ക് തരണമെന്ന് പറയുകയും പോലീസ് അതോറിറ്റി പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഗവൺമെൻറ്റിന് വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കോടതി പറഞ്ഞു അതൊരിക്കലും ആ പ്രിവിലേജസ് കോടതിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും, ബിക്കോസ് ഇറ്റ്സ് കംസ് അണ്ടർ ദി 123 ഓഫ് BSI ആക്ട് എന്നാണ് കോടതി പറഞ്ഞത്.